ശൈത്യ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു കാര്യം മസ്താനി വന്ന് അനുവിൻ്റെ അടുത്ത് പറഞ്ഞ് അനു പോയി ശൈത്യയോട് ചോദിച്ച് അങ്ങനെ അതിന് മറുപടിയായിട്ട് ശൈത്യ അനുവിൻ്റെ പല്ലടിച്ച് പൊട്ടിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെ അതും പറഞ്ഞ് ഭയങ്കരമായ ബഹളമാണ് ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശൈത്യയുടെ യഥാർത്ഥത്തിലുള്ള ഇത്രയും ദിവസം ഇതുവരെ ഈ സൗണ്ട് ആരും കേട്ട് കാണത്തില്ല. അതുപോലെ ലോകം ഞെടുക്കുന്ന കണക്കുള്ളൊരു സൗണ്ടിലാണ് ശൈത്യ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. അനുവിനോട് ആദില ചോദിക്കുന്നുണ്ട്, അനു നീ ഇത് അറിഞ്ഞിട്ടാണോ? അവളല്ല ഇത് പറഞ്ഞത്, മസ്താനിയാണ് പറഞ്ഞത്, മസ്താനിയാണിത് പറഞ്ഞത് എന്ന് ആദില പറയുന്നുണ്ട്. പക്ഷേ അനു പറയുന്നത് ഇത് ആണെങ്കിൽ പോലും എന്നോടിങ്ങനെ സംസാരിക്കുന്നത് ശരിയാണോ? ഇങ്ങനെ പല്ലടിച്ച് പറിക്കുമെന്ന് പറഞ്ഞത് ശരിയാണോ? അതെന്തൊരു സംസാരമാണോ സംസാരിച്ചത്? അല്ലെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് അനു ചോദിക്കുന്നുണ്ട്. ഞാനൊന്നുമല്ല, തെളിവുണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാവുള്ളൂ. തെളിവുണ്ടായിട്ട് തന്നെയാണ് പറഞ്ഞത്. നീ തെളിവുണ്ടായാനോ? എന്ത് തെളിവ്? നീ അവളോട് ചോദിക്കും. ഈ കാര്യത്തിൽ ഞാനല്ല പറഞ്ഞത്. ഈ കാര്യത്തിനെ പറ്റി സംസാരിക്കാനോ? അവളല്ല പറഞ്ഞേക്കുന്നത്. ആരാ പറഞ്ഞെന്ന് അറിയണോ? ആരാ പറഞ്ഞെന്ന് അറിയണോ നിനക്ക്? എന്താ ആരാ പറഞ്ഞെന്ന് അറിയണോ? ഇവിടെയോ? എനിക്ക് എന്തിനാ അറിയണോ? ഞാൻ ഇവിടുത്തെ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പെണ്ണെ സ്ഥാനി പറഞ്ഞതാണ്. എന്തോന്ന് കാര്യം? ഏത് കാര്യം? ഈ കാര്യം എനിക്ക് തോന്നുന്നില്ല. നിനക്ക് തോന്നുന്നില്ല? തോന്നരുത് കേട്ടോ. തോന്നില്ലല്ലോ. വിളിച്ചു പോകട്ടെ. ആ കഴിയും വിളിച്ചു പോകണോ? അത് എന്റെ മാന്യത, എന്റെ മര്യാദ. പറഞ്ഞേക്കുന്നത് കാര്യങ്ങളൊക്കെ എന്തിനാ പുറത്ത് പറയണത്? അത് പുറത്തുനിന്ന് അന്വേഷിച്ച് വന്നേക്കാണ്. അത് ചെറിയ വന്നേക്കുന്ന ആൾക്കാരോട് ചോദിക്കണം. അവളല്ല ചോദിക്കണോ? നിനക്ക് വേണമെങ്കിൽ നീ പോയി ചോദിക്കേ. ഞാൻ അങ്ങനെ ചോദിച്ചു, നീ അങ്ങോട്ട് പോയി പറഞ്ഞു കൊടുത്തു. അങ്ങനെ പറയുമ്പോൾ പല്ലടിച്ച് പൊടിക്കും എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ഷൗട്ട് ചെയ്യണോ ചെയ്യേണ്ടത്? അല്ല ഞാൻ ചോദിക്കുന്നത്. അല്ലെങ്കിൽ എടാ ഞാൻ അനു എനിക്ക് കാര്യം പറയാനും ഞാനല്ല പറഞ്ഞത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞൂടെ? വലിയ ഇതിപ്പം ഇത്ര ദിവസത്തിന് ശേഷം ഇപ്പോഴാണ് അവിടെ നിൽക്കുന്നത്. അതിനൊരു മര്യാദ ഉണ്ട്. പല്ലടിച്ച് പൊടിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ചോദിക്കുന്ന മര്യാദയുണ്ട്. അങ്ങനെ ഓരോ മനസ്സിലാവും. പോലും പറയാത്ത ആണോ? ആര് വിശ്വാസം? ഇപ്പൊ പറഞ്ഞ ഒരാളെന്നല്ല, അതിനാണ് വിശ്വാസം. ഞാൻ കണ്ടില്ല. ഇത് കണ്ടാ? നീ ഇത് കണ്ടാ? മസ്താനി പോയി ജിസേടുത്ത് പറഞ്ഞിരിക്കുന്നതാ ആര്യന്റെ അടുത്ത്. ഇത് കണ്ടോ? ഇല്ല, കണ്ടിട്ടില്ല. കാണാത്ത കാര്യങ്ങൾ പറയരുത് കേട്ടോ. ആരെങ്കിലും വന്ന് പറഞ്ഞു കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഇവിടെ ഒരു മനുഷ്യനോട് നിൽക്കരുത്. നീ പറ. വന്ന് ചോദിച്ചത് മര്യാദയാണ്. താല്പര്യമില്ല. ശൈത്യ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്കൂടെ അപ്പാനിശരത്ത് കയറിയിട്ട് ഭയങ്കരമായിട്ട് ആളാവുന്നുണ്ട്. അപ്പാനിശരത്ത് പറയുന്നത്, നിനക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായാലുള്ള ഇവിടെ ഉള്ളവർ ഫേക്കായിട്ട് നിൽക്കുന്ന ആരാണ്? ഏറ്റവും വലിയൊരു ഫേക്ക് ഇവിടെ ആരാന്ന് ഇനിയെങ്കിലും നീ മനസ്സിലാക്കുക. നിനക്ക് അപ്പോൾ ബാക്കിയുള്ളവർ ഇത്രയും പേരും കൂടെ കൈയടിക്കുന്നുണ്ട്. ഇപ്പോഴും അനുവിനെ ഒറ്റപ്പെടുത്തിയിട്ടുള്ള പരിപാടിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും അനുവിനെ ആണ് കുറ്റപ്പെടുത്തുന്നത്. അതിന് കുറച്ച് മുന്നേ അതിലെയും പറയുന്നുണ്ട്, നീ അറിഞ്ഞ കാര്യങ്ങളെ ചോദിക്കാൻ പാടുള്ളൂ. നീ എന്തിനാ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഇവളോട് ചോദിക്കേണ്ട കാര്യമെന്നുണ്ട്. മസ്താനിയാണ് പറഞ്ഞത്. നീ ആരാ പറഞ്ഞെന്നറിയാതെ എന്തിനാ നീ ഇങ്ങനെ സംസാരിച്ചേ എന്ന് മാത്രമാണ് ആദില പറഞ്ഞത്. പല്ലടിച്ച് പൊട്ടിക്കുന്നു എന്ന് ശൈത്യ പറഞ്ഞതിനെ പറ്റി ആദിലേക്കൊന്നും പറയാനില്ല. നൂറ് ചോദിക്കുന്നുണ്ട്, അവളെങ്ങനെയാണ് നിന്നോട് തിരിച്ച് മറുപടി പറഞ്ഞതെന്ന് മാത്രം നൂറ് ചോദിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും കൂടി ഇപ്പോൾ ചേർന്നിട്ട് അനുവിനെതിരെയാണ് സംസാരിക്കുന്നത് മൊത്തവും. ശൈത്യയുടെ പെർഫോമൻസ് കണ്ടാൽ വിചാരിക്കും ശൈത്യ എന്തോ വലിയ സംഭവമാണെന്ന്. ശൈത്യ ഇപ്പോൾ വിചാരിക്കുന്നത് പുറത്തൊക്കെ ഇപ്പോൾ ശൈത്യയ്ക്ക് ഭയങ്കര സപ്പോർട്ട്, പുറത്തുള്ള പബ്ലിക് എല്ലാം ശൈത്യയെ സപ്പോർട്ട് ചെയ്യുന്നുള്ള ധാരണയിലായിരിക്കും. ശൈത്യ അവിടെ കിടന്ന് ഭയങ്കരമായ ബഹളമാണ്. പക്ഷേ ശൈത്യ അറിയുന്നോ, അനുവിനെ ഇത്രയും ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിട്ട് അനുവിനെതിരെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ശൈത്യയെ ഈ ആഴ്ച തന്നെ എവിക്റ്റായി ശൈത്യ പുറത്ത് പോകാനുള്ള സകല സാധ്യതയുണ്ട്. കാരണം ഈ ആഴ്ച മൊത്തവും ശൈത്യ അനുവിനെതിരെയുള്ള പരിപാടികളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും അനു സംസാരിക്കുന്ന സൗണ്ട് വളരെ പതിഞ്ഞ സൗണ്ടിലും ശൈത്യ അവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്.